ഇസ്രായേലിനെ സംബന്ധിച്ച് ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം എന്നത് അവർ മുന്നോട്ട് വെക്കുന്ന അവരുടെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക സെല്ലിംഗ് പോയിൻ്റാണ്. അത് ഡിസ്റ്റർബ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണല്ലോ യാഥാർത്ഥ്യം. എന്ന് മാത്രമല്ല, പ്രത്യാക്രമണം തുടങ്ങിയ ശേഷവും ഇസ്രായേലിലും നാശം ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ അവരുടെ പാർലമെൻറ്റ് ചേരുന്നതിനിടയ്ക്കാണ് അവിടെ വന്ന് ടെല്ലവീവിൽ വന്ന് ബോംബ് പൊട്ടുന്നത്. പാർലമെൻറ്റ് നടപടികൾ നിർത്തിവെക്കേണ്ടി വന്നു. ഹിസ്ബുള്ളയുടെ അറ്റാക്കിൽ മാരകമായ പരിക്കുണ്ടാക്കിയിട്ടുണ്ടെന്ന് ഹിസ്ബുള്ള അവകാശപ്പെടുന്നു. അത് സ്ഥിരീകരിച്ചിട്ടില്ല. സൈനികർ 10-300 പേര് കൊല്ലപ്പെട്ട കാര്യം ഇപ്പം തന്നെ ഇസ്രായേൽ സമ്മതിക്കുന്നുണ്ട്. നിരന്തരമായ ആക്രമണം ഉണ്ടാകുന്നു. പലയിടത്തും ആളുകളെ ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ ഇസ്രായേലിന് പുതിയൊരു സംഗതിയാണ്. ഇസ്രായേലികളായിട്ടുള്ള മനുഷ്യന്മാർക്ക് പുതുതാണ്. ഇസ്രായേലിലേക്ക് ജോലി തേടി പോയിട്ടുള്ള ആളുകൾക്ക് പുതിയ സംഗതിയാണ്. സോ യുദ്ധം നീട്ടിക്കൊണ്ട് പോകുന്നത് അവരുടെ പ്ലാനിലുള്ളത് യുദ്ധം നീട്ടുക എന്നാണ്. കാരണം അവർക്ക് അകത്തുള്ള ഇൻറ്റേർണൽ പൊളിറ്റിക്കൽ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യണം. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് എന്തുമാത്രം നല്ലതാണ് അവർക്ക് ഈ ഒരു യുദ്ധം. ഇതൊരു സാധാരണ യുദ്ധമല്ല, വലിയ പരിക്കേറ്റതിന് ശേഷം തുടങ്ങിയ യുദ്ധമാണ്. സോ ഇത് നീട്ടിക്കൊണ്ട് പോവുക എന്നത് ഗസയ്ക്ക് മാത്രം പരിക്കേൽക്കുക, ഗസ മാത്രം അവിടെ മാത്രം ഇൻസ്റ്റബിലിറ്റി ഉണ്ടാവുക എന്നതായിരിക്കുമോ? അതോ അതേപോലെ തന്നെ ഇസ്രായേലിനും ഒരേപോലെ വിപത്കരമായ ഒരു യുദ്ധമായിരിക്കുമോ ഇത്തവണത്തേത്? നിഷാദ്, ഇവിടെ അയൺ ഡോം നൽകുന്ന ഒരു സംരക്ഷണം, ഒരു പരിരക്ഷ, അതിൽ വല്ലാതെ അഹങ്കരിച്ച ഒരു ജനതയാണ് ഇസ്രായേൽ ജനത. ഒരു രാഷ്ട്രമാണ്, സർക്കാരാണ് ഇസ്രായേൽ സർക്കാർ. അവിടെ അയൺ ഡോമിൻ വിള്ളലുകൾ വന്നു. കരമാർഗം തന്നെ ഹമാസിൻ്റെ പോരാളികൾ, 1000-ലധികം ഹമാസിൻ്റെ പോരാളികൾ ഇസ്രായേൽ മണ്ണിലേക്ക് കടന്നു കയറി വലിയ തോതിൽ ആക്രമണം നടത്തുകയും ബന്ദികളെ, ഇപ്പോൾ 250ഓളം ബന്ദികളാണെന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം, അത് വിദേശ രാജ്യങ്ങളിലെ പൗരന്മാർ ഉൾപ്പെടെയുള്ള ബന്ദികളെ കൈവശപ്പെടുത്തുകയും ചെയ്തു. ഇത് ഒരു വലിയ സുരക്ഷാ വീഴ്ചയാണ്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ദിവസം ഒരൊറ്റ ആക്രമണത്തിൽ 1000-ൽ പരം ആളുകൾ, 1200 ചിൽവാനം ആളുകൾ ഒരൊറ്റ ആക്രമണത്തിൽ, ഹോളോകോസ്റ്റിന് ശേഷം ഒരുപക്ഷെ ആദ്യമായിട്ടാണ്. മുൻ യുദ്ധങ്ങളിലൊന്നും അത്ര വലിയ കാഷ്വാലിറ്റി ഒരൊറ്റ ദിവസം ഉണ്ടായിട്ടില്ല. അവിടെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷാ ഭീഷണി ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ എങ്ങനെ നീട്ടിക്കൊണ്ടു പോകാമെന്നത് മാത്രമല്ല, ആദ്യം ഹമാസ് എന്ന ഒരു വിപത്ത് ഇസ്രായേലിനെ സംബന്ധിച്ച വിതിൻ കോട്ട്സ് വിപത്ത് എന്ത് വില കൊടുത്തും അവസാനിപ്പിച്ചേ പറ്റൂ എന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ട് സ്വന്തം ജനതയോട് അത് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ശ്രീ ബെഞ്ചമിൻ നെതന്യാഹു. പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് മറ്റ് മുന്നണികളിൽ നിന്നും ആക്രമണം ഉണ്ടായത്. അതിലേറ്റവും പ്രധാനം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന്, ലെബനിൽ നിന്ന് വരുന്ന ആക്രമണമാണ്. എക്കാലത്തും ലെബനൻ ഒരു പ്രശ്ന കേന്ദ്രം തന്നെയായിരുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഹമാസ് അല്ല. ഹമാസ് കേവലം 15,000 മുതൽ 25,000 വരെയുള്ള പോരാളികളുള്ള ഒരു മിലിഷ്യയാണ്, ഒരു ഗ്രൂപ്പാണ്, ഒരു രാഷ്ട്രീയ കക്ഷി കൂടിയാണ്. പക്ഷേ ഹിസ്ബുള്ള അങ്ങനല്ല. ഹിസ്ബുള്ള 100,000-ഓളം പോരാളികളുള്ള വെൽ ട്രെയിൻഡ് ഫൈറ്റേഴ്സുള്ള ഒരു സുസംഘടിതമായ ഒരു സേന തന്നെയാണ് ഹിസ്ബുള്ള. ഹമാസിനേക്കാൾ ഏറെ ചരിത്ര പിൻബലവും പോരാട്ട പിൻബലവും എല്ലാം, പോരാട്ട വീര്യവും ആ ചരിത്രവും എല്ലാം ഉള്ള ഒരു സംഘടനയാണ്. അപ്പം ലെബനൻ എന്ന രാജ്യത്തിൻ്റെ ആർമിയേക്കാൾ വളരെ ശക്തം തന്നെയാണ് ഹിസ്ബുള്ള എന്ന ഒരു. അപ്പോൾ ഹിസ്ബുള്ളയ്ക്കുള്ള സഹായം ഇറാനിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ സ്ഥിതിഗതികൾ സങ്കീർണമാവുകയാണ്. ഇവിടെ ഒരു അറബി നോൺ അറബി ഇസ്ലാമിക ഒരു പാരിറ്റി അവിടെ വന്നിട്ടില്ല. കാരണം അറബികൾ അനുഭവിക്കുന്ന പ്രശ്നം, പലസ്തീനിയൻസ് ഏതാണ്ട് മഹാഭൂരിപക്ഷവും അറബികൾ തന്നെയാണ്. അതിൽ ഷിയ മുസ്ലിങ്ങളുടെ എണ്ണം കുറവാണ്, അല്ലെങ്കിൽ അറബികൾ തന്നെയാണ്. അപ്പം അവിടെ ഒരു ഷിയ രാജ്യമായ ഇറാൻ ഇപ്പോൾ രംഗത്ത് വരുന്നു എന്ന് പറയുന്നത് അറബികൾക്ക് ക്ഷീണമാണ്, സൗദി അറേബ്യയ്ക്ക് ക്ഷീണമാണ്, ഒമാനും യമനും അല്ലെങ്കിൽ ഖത്തർ, ഈ രാജ്യങ്ങൾക്കെല്ലാം തന്നെ, അറബി രാജ്യങ്ങൾ ചുറ്റുപാടുമുള്ള സിറിയയ്ക്കും ഒക്കെ തന്നെ ക്ഷീണമാണ്. അവരഭിപ്രായം പറയാനും ഒരുപക്ഷെ ഇടപെടാനും ആത്യന്തികമായി നിർബന്ധിതരാകും എന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് ഹമാസ് ആക്രമണം അഴിച്ചുവിട്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആത്യന്തികമായി അവരോട് സമാധാനത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞതിന് ശേഷം യാതൊന്നും സംഭവിക്കുന്നില്ല. ഇസ്രായേലുമായി കരാറുകളുടെ പുറത്തെ കരാറുകളുമായി, അബ്രഹാമിൻ്റെ പേരിൽ കരാറുകൾ ഒപ്പിടുന്ന അറബി രാജ്യങ്ങളോട് ആ രീതിയിൽ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾ ഏകപക്ഷീയമായി ആക്രമണം നടത്തുകയും ആദ്യഘട്ടത്തിൽ തന്നെ ഹിസ്ബുള്ള സഹായവുമായി വരികയും ചെയ്യുമ്പോൾ, ഇപ്പോൾ ഇത് വരാൻ പോകുന്നത് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നൊരു ആക്രമണം വരുമ്പോൾ രണ്ടാമത്തെ പോർമുഖം വടക്കൻ ഇസ്രായേലിൽ തുറക്കാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ 1981-82 യുദ്ധത്തിൽ നഷ്ടപ്പെട്ട ലെബനൻ്റെ ഭൂമി തിരിച്ചു പിടിക്കുക എന്നതായിരിക്കും ഹിസ്ബുള്ളയുടെ പ്രാഥമികമായ ലക്ഷ്യം. അതുമാത്രമല്ല, ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പോകുന്ന നമ്മൾ ചർച്ചയെക്കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞു, ചർച്ചയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത്, ഒന്ന്, ഞങ്ങൾ ബന്ദികളെ വിടാം, അമേരിക്കൻ ബന്ദികളെയും മറ്റ് വിദേശ ബന്ദികളെയും ബാച്ചായിട്ട് വിടാം,
അതിന് പകരം ഉറപ്പുകൾ എന്തെല്ലാമാണ്? വെടിനിർത്തൽ എന്ന ഒരു ചെറിയ ഉറപ്പല്ല, കുറച്ചുകൂടി വലിയ ഉറപ്പുകൾ നൽകാൻ ഇസ്രായേലിനാവുമോ? അതുകൊണ്ടാണ് ബൈഡൻ ഓടിച്ചെന്നിരിക്കുന്നത്. ആ ഉറപ്പുകൾക്ക് ശേഷം വരാൻ പോകുന്ന നിർണായകമായ കാര്യം എന്താണ്? ഒറ്റ കാര്യമാണ് അവർ ഉദ്ദേശിക്കുന്നത്. 1967 സിറിയയുടെ കയ്യിൽ നിന്നും ഗോലാൻ ഹൈറ്റും, ജോർദാന്റെ കയ്യിൽ നിന്നും വെസ്റ്റ് ബാങ്കും, ഈജിപ്തിന്റെ കയ്യിൽ നിന്നും ഗാസ മുനമ്പും ഇസ്രായേൽ കൈവശപ്പെടുത്തിയത്. 67 മുൻപുള്ള അതിർത്തികൾ പുനഃസ്ഥാപിക്കുകയും ആ അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് പലസ്തീൻ സ്റ്റേറ്റ് സാധ്യമാകാനുള്ള അറാഫത്തിന് സാധിക്കാതെ പോയത് ഓസ്ലോ കരാറിൽ 93-ലെയും 95-ലെയും ഓസ്ലോ കരാർ കൊണ്ട് സാധിക്കാതെ പോയ ഒരു പാലസ്തീൻ രാജ്യമെന്ന ഉറപ്പ് അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും അറബ് ലോകത്തിനും ചേർന്ന് കൊടുക്കാമെങ്കിൽ ഓക്കെ, അല്ല എങ്കിൽ ഇറാനിൽ നിന്ന് കടന്നു വരുന്ന ഭീഷണി വളരെ യാഥാർത്ഥ്യമായി നിൽക്കും. ഇറാൻ ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. കാരണം ഇവിടെ ഒരു നേട്ടമുണ്ടാക്കാൻ ഇറാന് സ്വല്പം പ്രതിച്ഛായ മോശം സംഭവിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. കാരണം സോവിയറ്റ് യൂണിയൻ ഇപ്പോൾ റഷ്യയെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഇറാനാണ്. അതുകൊണ്ട് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇറാൻ്റെ ഇമേജ് ഒന്ന് ഉയർത്തിക്കൊണ്ട് വരിക, ഒരു രക്ഷകന്റെ രൂപത്തിലേക്ക് അവതരിക്കുക, അതിനുള്ള ഒരു അവസരമായി ഇറാൻ അതിനെ കാണുമ്പോൾ ഇറാനെ മാറ്റി നിർത്തണമെങ്കിൽ ഇതേ ഉള്ളു വഴി. അറബ് ലോകത്തിന് ശക്തമായ പലസ്തീനെ കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഹമാസിനെ കൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ മയപ്പെടുത്തിയതിനു ശേഷം അങ്ങനെ ഒരു ധാരണയും സന്ധിയും ഉണ്ടാക്കാൻ എത്ര കഴിയും എന്നതാണ്